കെട്ടിക്കാൻ തീരുമാനിച്ച് വെഡിങ് കാർഡൊക്കെ അടിച്ച് ഇങ്ങനെ നടക്കുമ്പോ തന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയെ കണ്ടു. അപ്പൊ വേഗം എന്നെ കണ്ടുപോലെ എന്റെ കല്യാണമാണ് ഇത്രാം തീയതി നീ വരണട്ടോ എന്നിട്ട് കാർഡ് അങ്ങോട്ട് കൊടുത്തിക്കണേ. കാർഡ് കൊടുത്തപ്പോ അവളുടെ മറ്റേ വാനിറ്റി ബാഗിൽ ഒരു കാർഡ് എടുത്തിട്ട് ഇവന് ഇങ്ങോട്ട് കൊടുത്തു. എന്റെ മകളുടെ കല്യാണമാണ് ഇന്ന ദിവസം ഈ വരണട്ടോ എന്ന് പറഞ്ഞു. ഒരു തലമുറയാണ് നഷ്ടപ്പെടുന്നത്. ഇവിടെ നമ്മുടെ കുട്ടികളെ കല്യാണം കഴിക്കാൻ ആലോചിക്കുമ്പോഴേക്കും അവിടെ മക്കളുടെ കല്യാണമായി. അപ്പൊ നമുക്ക് മിസ് ചെയ്യുന്നത് കുട്ടികളുടെ എണ്ണമല്ല, തലമുറകളാണ്. പെണ്ണ് കിട്ടാണ്ടല്ലേ, പെണ്ണ് കെട്ടാണ്ടല്ല, പെണ്ണ് കിട്ടാണ്ടയാണ്. അതെന്ത് ചെയ്ത് പെണ്ണുങ്ങളൊക്കെ അവിടെ പോയി? സുനാമി വന്നപ്പോ പോയോ? ജാതിക്കതീതമായ വിവാഹങ്ങൾ നടന്നിരിക്കണം. അപ്പൊ ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇട്ടത് അൻസാരി ജുഹറി ഉസ്താദിന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പം അദ്ദേഹത്തിന്റെ വീഡിയോ കാണാത്തവർ ആരുണ്ടാവും, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ മിക്കവാറും എടുത്തിട്ട് ചെയ്യാറുണ്ട്, ഇതേപോലെ റിയാക്ഷൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ. അപ്പൊ ഈ വീഡിയോ ഒന്ന് കണ്ടപ്പോൾ ശശികല ടീച്ചർ പിന്നെ സങ്കടം കണ്ടപ്പോൾ നമുക്കൊരു സങ്കടം തോന്നി. ഏതായാലും ആൾക്ക് ഭയങ്കര വിഷമത്തിലാണ്. അപ്പൊ ക്ലാസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരും കല്യാണം കഴിച്ചിട്ട് കുട്ടികളും മക്കളൊക്കെ ആവണം എന്നുള്ളൊരു ധൃതി അവർക്കിപ്പോ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ എല്ലാവരും ഉറങ്ങിയായിരുന്നു, ഇപ്പോഴാണ് അവർക്ക് ഉണർച്ച കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ നെട്ടോട്ട് ഓടുകയാണ് എല്ലാവരും മക്കളെ ഉണ്ടാക്കേണ്ട കാര്യത്തിൽ. അപ്പൊ അതിന് അവർക്ക് സൗകര്യം കിട്ടണ്ടേ, സമയം കിട്ടണ്ടേ. അപ്പം അതിനെ പറ്റിയിട്ട് ഉസ്താദ് വേറൊരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇതും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ കേട്ടാ. പൊന്നാര ശശികല ടീച്ചറെ, 23-ാമത്തെ വയസ്സിൽ ഞാൻ പെണ്ണ് കെട്ടി. 33-ാമത്തെ വയസ്സായപ്പോഴേക്കും ഫോട്ടോ സ്റ്റാൻഡിന്റെ വിഷയിലിട്ട് കോപ്പി എടുക്കുന്ന പോലെ ചാറ 3 പിള്ളേർ. 4-ാമത്തെ ഒന്നിനു വേണ്ടി സർവായുധ സജ്ജനായി ഞാൻ ഇവിടെ സന്നദ്ധമായി കഴിഞ്ഞു, നില ഉറപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ ഒപ്പം പഠിച്ചൊരുത്തനാണ് വിമൻ എന്ന് പറയും, എൻ്റെ നാട്ടുകാരനാണ്. അവനിപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെയൊക്കെ പ്രവർത്തനമാണ്, പക്ഷേ എന്നോട് വലിയ സ്നേഹമുള്ളവനാണ്. ഈ 33 വയസ്സായിട്ടും ഇതുവരെ അവൻ പെണ്ണ് കിട്ടിയിട്ടില്ല. ആ പെണ്ണ് കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും പറയുന്നത് എന്തോ ഒരു പൊരുത്തം പറയുന്നിട്ട് 10 പൊരുത്തമോ അങ്ങനെ ആയിട്ടില്ലെന്നോ. പിന്നെ അവനാണെങ്കിൽ പിന്നോക്ക ജാതിക്കാരനാണ്, പാവം. കാണുമ്പോഴൊക്കെ ഈ വിഷമം പറയുന്നത്. കല്യാണം ശരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക, കല്യാണം ശരിയാൻ വേണ്ടി. ഈ സാധുവായ എന്നോട് എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നം എന്നറിയാമോ? പ്രധാനമായിട്ടും ഇവർക്ക് ഈ കല്യാണം കഴിച്ചെന്ന് തന്നെ വിചാരിക്കുക. കല്യാണം കഴിച്ചാൽ പോലും പ്രത്യുൽപാദനം നടത്തണമെങ്കിൽ നമ്മൾ വീട്ടിലോട്ട് ചെല്ലണ്ടേ? എങ്ങനെ വീട്ടിലോട്ട് ചെല്ലും ഇവന്മാരെ സംബന്ധിച്ചുള്ള ഈ ഫേസ്ബുക്കിൽ നിരന്തരമായ പോരാട്ടമല്ലേ. അതായത് മുസ്ലിമീങ്ങൾക്ക്, ക്രൈസ്തവർക്ക് മക്കളുണ്ടാകുന്നതും അവരെ പന്നി പിറന്നതും പോസ്റ്റ് ഇടാനും കമന്റ് ഇടാനും നടക്കുന്ന സമയത്ത് പിന്നെ വീട്ടിൽ പോകാതെ ആർക്കെങ്കിലും പിള്ളേരുണ്ടാവുക അങ്ങനെ തോന്നുന്നുണ്ടോ? ഇത് ഫോട്ടോ കോപ്പി എടുക്കുന്ന പോലെ അല്ല, വീട്ടിൽ ചെല്ലണമെന്നേ. ഇത് ഈ പറയപ്പെട്ടതുപോലെ തൻ്റെ പാർട്ടിക്ക് വേണ്ടി അവൻ മരിക്കാൻ വേണ്ടി സന്നദ്ധമായി അവനിങ്ങനെ നടക്കാണ് രാവും പോലും. അപ്പൊ അവന് വീട്ടിൽ പോകാൻ സമയം കിട്ടത്തില്ല. അതാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. അവനക്ക് അവന്റെ കുടുംബത്തിനേക്കാളും പിന്നെ ജീവിതത്തിനേക്കാളും വലുത്, അവന്റെ ജീവനേക്കാളും വലുത് ഇപ്പോ മറ്റുള്ളവരെ എങ്ങനെ നമ്മൾ ഹരാസ്മെന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ദ്രോഹിക്കാൻ പറ്റും. അത് വാക്കുകൾ കൊണ്ടായാലും പിന്നെ പ്രവൃത്തികൾ കൊണ്ടായാലും അത് ചെയ്തിട്ട് അവർക്ക് കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, റിപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ കൊടുത്താലേ അവർക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് എത്രയോ ഗ്രൂപ്പുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. ആ ഗ്രൂപ്പിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റി അവർക്ക് അതിൽ കൂടെ കൊടുക്കുന്ന അറിവുകൾ കിട്ടിയിട്ടാണ് അവരിവിടെ വന്നിട്ട് കാച്ചുന്നത്. അല്ലാതെ സ്വയം അവരെന്തെങ്കിലും ചിന്തിക്കെങ്കിലോ അല്ല മറ്റുള്ളവരെന്താ പറയുന്നത് കേൾക്കാനെങ്കിലും അവർക്ക് മനസ്സിലില്ല, അവർക്ക് ചെവിയുമില്ല. അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഇൻഫർമേഷന് അത് തെറ്റാണോ ശരിയാണെന്ന് പോലും നോക്കാതെ അവർ ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ന് വരെ എവിടുന്നോ അവര് ഭക്ഷണം കഴിച്ച് സത്യം പറയാ ഇവരൊക്കെ കഴിക്കുന്ന ഒരു, ഞാനിപ്പോ അത് പറയുമ്പോ അതിന് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ട് വരണ്ട. പകുതി മുക്കാലും ഇതേപോലെ മുസ്ലിം സമുദായത്തിന്റെ തന്നെയാണ് അവർ ഭക്ഷിക്കുന്നത്. എത്രയോ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇതെല്ലാം കഴിച്ചിട്ടും ഇതെല്ലാം അവരുടെയൊക്കെ വാങ്ങിയിട്ടും അവരുടെയൊക്കെ സഹായങ്ങൾ കിട്ടിയിട്ടും അവരത് ശ്രദ്ധിക്കുന്നില്ല. ഒരു നോട്ടം കൊണ്ട് പോലും ദ്രോഹിക്കാത്ത ഒരു മുസ്ലിമാണ് നമ്മളെ തൊട്ട അയൽവാസിയെങ്കിൽ അവർക്ക് പറ്റാവുന്ന രീതിയിൽ ദ്രോഹിച്ചിട്ട് അവർ കമന്റ് ഇട്ടിട്ടെങ്കിലും ദ്രോഹിക്കും. അതുവരെ ഉപകാരം കിട്ടിയത് പോലും അവർക്ക് അവരുടെ മനസ്സിലുണ്ടാവില്ല. അവർക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ ലക്ഷ്യം, അവരുടെ ഗ്രൂപ്പിലുള്ളവർക്ക് സന്തോഷിക്കണം. അതിന് ഞാൻ ഇത്രയൊക്കെ വൃത്തികെട്ട രീതിയിൽ കമന്റെങ്കിലും ഇട്ട് കൊടുത്തു. ഒരു മുസ്ലിം പെണ്ണ് എന്ന് പറയണ്ട, ഒരു തട്ടം തലയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവള് മുസ്ലിം ആണോ എന്തുവാണോന്നും നോക്കൂല. ആണ്ട് കൊടുത്തു പണി ആണ്ട് കൊടുത്തു. അതിന്റെ താഴെ വന്നിട്ട് അവർ പിന്നെ കമന്റ് ഇടല് അവർക്ക് എത്രണ്ണം എങ്ങനെയൊക്കെ ഏതെല്ലാം രീതിയിൽ വൃത്തിയിട്ട രീതിയിൽ ഇടാൻ പറ്റുമോ അത്രയൊക്കെ അവർ വൃത്തിയിട്ട രീതിയിൽ ഇടും. അത്രേ അവരെ കൊണ്ട് പറ്റുള്ളൂ. ആ സമയം അവരെ വീട്ടിൽ പോണില്ല, അതാണ് പ്രശ്നം. അപ്പൊ അവർക്ക് അവരെ വീടിനേക്കാളും വലുത് മറ്റുള്ളവരെ ദ്രോഹിച്ച് ആനന്ദം കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. ഇതൊക്കെ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് ഞാനൊക്കെ കാണുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പൊ മുളച്ച് പൊന്തുന്ന കുമിളകൾ വരെ ഇതേ രീതിയിലാണ്. ഒരു പാപ ഇട്ട് കഴിഞ്ഞാൽ അപ്പിക്കുപ്പായം,
ഇതൊക്കെ ഇപ്പൊ വന്നതല്ലേ അപ്പിക്കുപ്പായ എന്നൊക്കെ പറഞ്ഞ ഈ അബായ. ഞാൻ പറയട്ടെ, ഞാൻ ഒരു ടൈലറാണ്, ഞാൻ പറയട്ടെ, ഈ അബായ എത്രയോ പിന്നെ നമ്മളെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട, അതായത് പിന്നെ ഇതര മതസ്ഥയിൽപ്പെട്ട മറ്റുള്ള ക്രിസ്ത്യൻസുകളൊന്നും നമ്മളെ അടുത്ത് കൊണ്ടുവരുന്നില്ല, ഹിന്ദു സമുദായത്തിൽപ്പെട്ട നമ്മളെ പിന്നെ സ്ത്രീകള്, സഹോദരിമാര് ഈ അബായ മുസ്ലിംസിന്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് പഴയത് അവർ ഒഴിവാക്കുന്നതാണ് ഞാൻ പറയുന്നത്, ഉപേക്ഷിക്കുന്നത്. അതായത് റമദാൻ ആയാലും കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അവർ ഒഴിവാക്കും. നല്ല വിലയുള്ള സാധനമാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ കുപ്പായം എന്ന് പറയുകയാണെങ്കിൽ അവർക്കത് വാങ്ങാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. ഈ അബായ കൊണ്ടുവന്നിട്ട് ഞാൻ എത്രയോ ആൾക്കാർക്ക് ടോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പാന്റ് ചെയ്ത് കൊടുത്തു, ചുരിദാർ, ബ്ലൗസ് അടിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, അവർ പറയുന്നത് ഏറ്റവും നല്ല വില കൂടിയ പിന്നെ തുണിയാണ് താത്ത, നമുക്കൊന്നും ഇത് മേടിക്കാനുള്ള പാകല്ല. മാത്രമല്ല ഇത് ഏത് കാലം ഇത് ഈട് നിൽക്കും ചെയ്യും, നല്ല കളറും ഉണ്ട്. അപ്പൊ അതൊക്കെ അവർക്കറിയാം, അതിന്റെ നന്മക്ക് അവർക്കറിയാം, എന്താണെന്നും അവർക്കറിയാം, അതിന്റെ വിലയും അവർക്കറിയാം. പക്ഷെങ്കിൽ എന്താ എവിടേക്ക് നടക്കുമ്പോഴും ജീരക വെള്ളം തിളപ്പിച്ചിട്ട് കുപ്പിയും കൈയും പിടിച്ചിട്ട് നടക്കുന്ന ഇവർക്കൊക്കെ ഉണ്ട് അത് വാങ്ങാൻ പാകം. ആ അസൂയ കൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനത്തെ രീതിയിൽ അതിനെ അപ്പിക്കുപ്പായ എന്ന് പറയുന്നത്. കുട്ടികൾ ഞാൻ 15 വയസ്സിൽ 16ാമത്തെ വയസ്സിൽ ഞാൻ പ്രസവിച്ചും ചെയ്തു, 15 വയസ്സിൽ കല്യാണം കഴിച്ചു. ഇതുപോലെ ഒരുപാട് ഇപ്പം പിന്നെ ഞങ്ങളെ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തന്നെ ഞങ്ങളൊക്കെ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ കല്യാണം കഴിക്കുന്നുണ്ട്. ഇപ്പൊ അതിനെതിരെ കേസെടുത്തിട്ടൊന്നും കാര്യമില്ല. അപ്പൊ അത് പറയുന്നത് എന്താ വെച്ചാല് നമ്മളാവുമ്പോ നമ്മളെ ഒപ്പത്തിനൊപ്പം നമ്മളെ മക്കളും ആവും. അപ്പൊ അവരും അധ്വാനിക്കും, നമ്മളും അധ്വാനിക്കും, അല്ലെ? അപ്പൊ മക്കളും തള്ളയും തന്തി ഒന്നിച്ചിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പണം ഉണ്ടാക്കുന്നത്. ആ പൈസയും കണ്ടിട്ട് മറ്റുള്ളവർ കരഞ്ഞു കുളിച്ചിട്ട് എന്താ കാര്യം? അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അതായത് ഹാർഡ് വർക്ക് ചെയ്യണം, എല്ലാ രീതിയിലും ഹാർഡ് വർക്ക് ചെയ്യണം. ഹലാലായ മുതലാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. നമ്മൾ അധ്വാനിച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്, അല്ലാതെ പിന്നെ മറ്റുള്ളവർക്ക് പോയിട്ട് ഇതാക്കിയിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ കല്യാണം കഴിക്കണമെങ്കിലും അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം. ഇപ്പൊ ഞങ്ങളെ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കുന്ന ആൾക്കുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മതത്തിലാണെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, അവർക്ക് ഇത് നോക്കി ജാതക പൊരുത്തം നോക്കിയിട്ടും അങ്ങനായിട്ടും ഇങ്ങനായിട്ടും ഒക്കെ ആയിട്ട് സമയങ്ങളാണ് പോയിക്കൊണ്ടിരിക്കും. എങ്ങനെയായാലും നമ്മള് 2-3 മക്കളൊക്കെ ആവുന്നതിന്റെ ശേഷമാണ് അവരെ കല്യാണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് നല്ല രീതിയിലായി സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ പറയാം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതേ ലെവലിൽ ഇപ്പൊ നമ്മുടെ കുട്ടികളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ വയസ്സും പ്രായവും ഒക്കെ മാറ്റി നോക്കിയത്. പക്ഷെ നടക്കുന്നില്ല. എന്താ വെച്ചാല് അവരെ മാതിരി നമ്മൾ ആവണം എന്ന് വിചാരിച്ചിട്ട് പെൺകുട്ടികളെ വിവാഹ പ്രായപരിധി വരെ മാറ്റി നോക്കി, എന്നിട്ടും നടക്കണില്ല. ഇപ്പൊ നമ്മളെ കുട്ടികളും ജീവിക്കുന്നത്, കല്യാണം കഴിക്കുന്നതൊക്കെ 22-30 വയസ്സ് 30ന്റെ മേലക്കൊക്കെ പോകുന്നുണ്ട്. അതുവരെ ആ കുട്ടികൾ നിൽക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഓരോ സ്കൂൾ വരെ ഇൻഫർമേഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്, പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെയുള്ള പീഡന കേസുകളും മറ്റുള്ളതൊക്കെ വലുതാക്കി സംഭവമാക്കി അത് സോഷ്യൽ മീഡിയ കൂടെ വന്നിട്ട് അത് ആ രീതി കൂടിയും പേടിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് അതൊരു ഇതായിട്ട് തോന്നുന്നില്ല. പിന്നെ കുട്ടികൾക്കാണ് ഇപ്പൊ കല്യാണം പറഞ്ഞ വലിയൊരു ആരായിട്ട് തോന്നുന്നില്ല, ഒരു സംഭവമായിട്ട് അത്യാവശ്യമായിട്ട് അല്ല, ജീവിക്കാനുള്ള ഒരു ജീവിതമാണ് എന്നുള്ളത് ഒരൊന്നും അതിനൊക്കെ വിട്ടുപോയിക്കുന്നത്. കാരണം ആണില്ലെങ്കിലും ജീവിക്കുക എന്നുള്ള ഒരു ജോലി മതി എന്നുള്ള ഒരു ഇതിൽക്കാണ് പെൺകുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഇപ്പോ എന്താ പറയാ, ഞാൻ ഫസ്റ്റില് പ്രസവം തന്നെ 2, അതുപോലെ 2, 3, 4, 5 ഒക്കെ ഒറ്റ പ്രസവത്തിൽ തന്നെ വരുന്നോണ്ടിരിക്കുകയാണ്. അള്ളാഹു ഏത് കുഞ്ഞുങ്ങളാണ്, ഏത് ജീവനാണ് ദുനിയാവിലേക്ക് കൊണ്ടുവരേണ്ടത് അതിലും അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരും. അത് ഇന്നാളിലൂടെ എന്നൊന്നുമില്ല. അപ്പൊ എത്ര ജീവങ്ങളാണ് പുറത്തേക്ക് ദുനിയാവിലേക്ക് കൊണ്ടുവരേണ്ടത് അത് ആ റൂഹിനെ അള്ളാഹു കൊണ്ടുവരും. അതിനിപ്പോ അവര് ഇതാക്കിയിട്ടോ ഇവര് കരഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ശശികല ടീച്ചറെ, നിങ്ങൾക്ക് സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ആദ്യം ചെയ്യേണ്ടിയിരുന്നു. അപ്പൊ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവരുടെ കാര്യത്തിലോ മറ്റുള്ളവരുടെ വീട്ടിലോ മറ്റുള്ളവരുടെ വിഷയത്തിലോ പാളി നോക്കി നിൽക്കാതെ, ഒളിഞ്ഞു നോക്കി കാണാതെ നമ്മളുടെ ജീവിതം നോക്കാം, അപ്ന നോക്കാം. അവനവന്റെ കാര്യങ്ങൾ, അവനവന്റെ ഫാമിലിയിൽ എന്തൊക്കെ ഇഷ്യൂ കൊടുക്കുന്നുണ്ട്, പ്രായപൂർത്തിയായ മക്കളുണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കുക. നമ്മളെ കുടുംബത്തില് നമ്മളെ പിന്നെ മക്കള് നമുക്ക് കുറവാണെങ്കിൽ ആ കാര്യങ്ങൾ നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാലല്ലേ ഇങ്ങോട്ട് ഈ പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് ശശികല ടീച്ചറെ എന്തുണ്ടാവാനാണ്? നിങ്ങളിപ്പോ അവിടെ ക്ലാസ് കൊടുത്തുകൊണ്ടും കാര്യമില്ല, അവരുദ്ദേശിക്കണ്ടേ, അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കണ്ടേ. ബാക്കിയുള്ള നമുക്ക് കേട്ടോക്കാം. ഇവൻ നാട്ടുകാരെ മൊത്തം നോക്കിയിരിക്കും, ഇവർ പന്നി പിറന്ന പോലെ പിറന്നുണ്ടോ എന്നിട്ട് അവരുടെ എണ്ണം എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഇടും, റിപ്പോർട്ട് കൊടുക്കേണ്ടതാ. അപ്പൊ പിന്നെ ഇവന്റെ ഇതിന് വലിയ വർക്കൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ പിന്നെ യാതൊരു ഗുണവുമില്ല. മാത്രമല്ല, ഈ പ്രത്യുൽപാദനം നടത്തുന്ന ഒരു മനുഷ്യന് ഒരു പോസിറ്റീവായ ഒരു മനസാന്നിധ്യം ഉണ്ടാവണ്ടേ. ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഫ്രീ മൈൻഡാണ്. നമുക്ക് ആരും നമ്മളൊന്ന് ചെയ്യുമെന്നോ ഇവിടെ എന്തോ സംഭവിക്കാമെന്നോ അങ്ങനത്തെ ഒരു പേടിയില്ല. വളരെ റാഹത്തായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ആരും നമ്മുടെ ശത്രുവല്ല, എല്ലാവരും നമ്മുടെ മിത്രമാണ്. ആരും നമ്മുടെ ഉപദ്രവകാരിയല്ല. ഫ്രീ മൈൻഡിൽ നടക്കുകയാണ്. ഇന്നത്തേനെ കുറിച്ച് ആശങ്കയില്ല, നാളത്തേനെ കുറിച്ച് ഒട്ടും ആശങ്കയില്ല. അപ്പൊ പിന്നെ സ്വതന്ത്രമായിട്ട് വീട്ടിൽ പോകാം, നല്ല ഭക്ഷണം കഴിക്കാം, ഭാര്യയോടൊപ്പം ക്ഷയിക്കാം. മറ്റവൻ അങ്ങനല്ല. അവൻ ഈ രാജ്യം ആരോ പിടിച്ചെടുക്കാൻ പോണ്, ഇപ്പൊ വരും, ഇപ്പൊ വെടിപൊട്ടും, ഇപ്പൊ പൊട്ടിത്തെറിക്കും. ഇവനിങ്ങനെ നടക്കും രാവിലെ പോലും. ഇവന്റെ പണി തന്നെ ഈ കലങ്ങി ഇരുന്നുകൊണ്ട് നാട്ടുകാർ, മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പിള്ളേരുണ്ടാകുന്ന ഓർത്തിട്ട് സങ്കടമാണ്. ഇപ്പൊ അവസാനം എന്ത് പറ്റി? ഇതേ വിട്ടു ബജ്രംഗി എന്ന് പറയും.
ഹൈന്ദവ സഹോദരങ്ങൾക്കൊക്കെ കുട്ടികൾ ധാരാളം ഉണ്ടാവണമെന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തി അതിന്റെ പിന്നാലെ വിട്ടുവിതറങ്ങി. ഇതേ വാർത്ത കണ്ടില്ല ശശികല ടീച്ചർ വിട്ടുവിതറങ്ങിയാണെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുപാട് പിള്ളേരുണ്ടാകാൻ വേണ്ടി കല്യാണം കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. പെണ്ണ് പറ്റിച്ചിട്ട് പോയി. ഇതേ വാർത്ത നോക്ക്. പെണ്ണ് അവൾ എങ്ങോട്ട് പോയെന്ന് പോലും അറിയാൻ വയ്യ. വണ്ടാരം പിടിക്കും. ഇതാണ് അവസ്ഥ. ഇവനെയൊന്നും ആ മനുഷ്യരായ ഒരാൾ ഉൾക്കൊള്ളത്തില്ലെന്നേ. കാരണം ഇവരിക്കൊക്കെ മനുഷ്യത്വം ഇല്ലല്ലോ. മനുഷ്യരായ ഒരാളും സ്വബോധമുള്ള ഒരാളും എങ്ങനെ ഉൾക്കൊള്ളുക? ഇവനെ സംബന്ധിച്ചുള്ള ഈ വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, വിദ്വേഷം ഇത് പറഞ്ഞു നടക്കല്ലേ? സത്യാണ്. അത് അവർക്കും അറിയാം. അവര് നേരം വെളുത്ത് എണീറ്റാല് ആദ്യം ചെയ്യുന്നത് നമ്മളെല്ലാരും ഭക്ഷണം കഴിക്കുന്നതിന് പകരം വെറുപ്പാണ്. അത് പിന്നെ ഫേസ്ബുക്കിലൂടെയും പിന്നെ അത് ഇൻസ്റ്റാഗ്രാമിലൂടെയും പിന്നെ യൂട്യൂബിലൂടെയും ഇത് കാണുന്ന എല്ലാ സോഷ്യൽ മീഡിയയിലൂടെയും ആദ്യം അവർ പോസ്റ്റ് അടിച്ചിറക്കിയിട്ടും അതുപോലെ കമന്റ് ഇട്ടതിന് ശേഷമാണ് അവരെ ഭക്ഷണം തന്നെ കഴിക്കുന്നത്. അത്രയ്ക്കാണ്. കാരണം അവര് ഒരു ഇത്ര ടൈമിൽ ഇത്ര ടാർഗറ്റ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലാണ് അവർ ജീവിച്ചിരിക്കുന്നത് പോലും. എന്തിനു പറയണേ, പിന്നെ ഇതേ പറഞ്ഞ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഒരു ടീം തന്നെയാണ്. ഇപ്പോ ഇതിന്റെ വിഷയത്തില് ഇപ്പൊ ഞാന് ജാമിദയും തമ്മിലുള്ള വിഷയത്തില് ആ ടീമാണ് ഇതിന് നല്ലോണം കളിച്ചിട്ടുള്ളത്. കാരണം എന്റെ വീഡിയോ ജാമിദ കണ്ടിട്ടില്ല. ജാമിദക്ക് അയച്ചു കൊടുത്തതും ആ വ്യക്തിയാണ്. അതുപോലെ തന്നെ ജാമിദാന്റെ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തന്നതും ആ വ്യക്തിയാണ്. കാരണം ഞങ്ങൾക്ക് ആ വീഡിയോ അയച്ചു തരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം ആ ആള് ഏതാണ് എന്താണെന്നുള്ളതിൽ ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ ഗ്രൂപ്പിൽ ആ ആളുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വീണ് കെടുക്കുകയാണെങ്കിൽ പോലും ഒരു നേരത്തെ ഭക്ഷണം ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ അടുത്ത് നിന്നാണ് യാചിച്ച് മേടിക്കുന്നെങ്കിൽ പോലും ആ മേടിച്ച് തിന്നുന്നത് മറ്റുള്ളവരായിരിക്കും. ആര്? നമ്മളെ പോലുള്ള ആൾക്കാരായിരിക്കും. ആ വാങ്ങി തിന്നിട്ട് ചിരി തുടച്ചിട്ട് അവർ ചെയ്യുന്ന കാര്യം എന്താണ്? അവർക്ക് തന്നെ ദ്രോഹം ചെയ്യാം. ഇത്ര മാത്രമേ അവർക്ക് അറിയുള്ളൂ. അവർക്കറിയാം ശരി എന്താണ് തെറ്റെന്താണെന്ന് അവർക്കറിയാം. പക്ഷെ അവർ ഒരു ഇതും ഉദ്ദേശം മാത്രമേ അവരെ ഉള്ളൂ, നമ്മൾ ദ്രോഹിക്കുക എന്നുള്ള മാത്രം. അല്ലാതെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ തുറന്ന് പറയണമെന്ന് വിചാരിച്ച് നിന്ന് തന്നെയാണ്. കാരണം ആ വ്യക്തിക്ക് നമ്മളെ പൊട്ടന്മാരായിട്ട് തോന്നുന്നത്, ആ വ്യക്തി പൊട്ടനായതുകൊണ്ടാണ് നമ്മളെ പൊട്ടനാണെന്ന് അവർക്ക് തോന്നുന്നത്. കാരണം അവർ നമുക്ക് ആ വീഡിയോ അയച്ചു തരുമ്പോൾ നമുക്കറിയാം ആ ഗ്രൂപ്പിൽ ആ വ്യക്തി ഉണ്ടെന്നും അത് ആസ്വദിച്ചതിന് ശേഷമാണ് നമുക്ക് ഇത് അയച്ചു തന്നിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ ആ ജാമിദ നമ്മളെ വീഡിയോ കാണാനൊന്നും നിൽക്കില്ല. ഇതിന്റെ മുമ്പ് ഞാൻ ജാമിദന്റെ വീഡിയോ ചെയ്തിരുന്നു, അന്നൊന്നും ജാമിദ പ്രതികരിച്ചിട്ടില്ല. അപ്പോ അതിന്റെ ഉദ്ദേശം അതാണ്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ അവരോട് തന്നെയാണ് ഉസ്താദ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. അപ്പൊ അതൊന്ന് കേട്ടോ. നടക്കാണ്. അപ്പൊ അതുകൊണ്ട് പൊന്നാര ടീച്ചർ ഈ വേവലാതിയും കരച്ചിലൊക്കെ നിർത്തിയിട്ട് പണിയെടുക്കാൻ പറയാൻ പറയുക. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയില്. വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകളും പോന്നോട്ടെ. അപ്പോൾ വേറൊരു വീഡിയോസുമായി കാണാം. അത് വരിക. അസ്സലാമു അലൈക്കും. അസ്സലാം.